ഇനി ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വളരെ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരമായിട്ട് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാവുന്നതാണ്. ഇത് വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് തന്നെ നെയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ ചേർക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം പാത്രത്തിലോട്ട് തന്നെ 1 കപ്പ് അവലിട്ട് കൊടുക്കാം. ഇത് വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ നിറത്തിലുള്ള അവലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. ഒരു 3-4 മിനിറ്റിനുള്ളിൽ അവൽ മൂത്ത് കിട്ടും. ആ സമയത്ത് കുറച്ച് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. ഇത് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ വെള്ളം ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അവലും തേങ്ങയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത്. തരിതരിപ്പായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഈ ശർക്കര ഒന്ന് ഉരുക്കി കിട്ടണേ. അപ്പോൾ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിലോട്ട് ശർക്കര അരിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് അവലും തേങ്ങ പൊടിച്ചത് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച കപ്പലണ്ടി ഉണക്കമുന്തിരി നമുക്ക് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കിന് ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുവേ. അപ്പോൾ സ്നാക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതേ നോക്ക്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.